അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലമൽ ഇൻസാന മാ ലം യഅലം. നമുക്കിന്ന് ഒരു ചോദ്യം കൊണ്ട് തുടങ്ങാം. ശരിക്കും അറിവിൻ്റെ ഉറവിടം എവിടെ നിന്നാണ്? നോളജിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പുതിയ കാലത്തെക്കുറിച്ച് പറയുന്നത് ഇത് ഇൻഫർമേഷൻസിൻ്റെ കാലമാണെന്നാണ്, അല്ലേ? നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ഇൻഫർമേഷൻസാണ് ഇങ്ങനെ വന്ന് ഡംപ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ട് പലതരം ഇൻഫർമേഷൻസ് ഇങ്ങനെ വന്ന് വീണുകൊണ്ടേയിരിക്കുകയാണ്. അതൊക്കെ നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് മെമ്മറി ഏതാണ്ട് ഫുള്ളായ മാതിരിയാണ്, അല്ലേ? ഫോണ് കുറേ കഴിയുമ്പോൾ ഫുള്ളായിട്ട് നമ്മൾ മെമ്മറിയൊക്കെ അവസാനം ഡെലിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാറാണല്ലോ. ഇതേ അവസ്ഥയിലാണിപ്പോൾ നമ്മുടെ മൈൻഡ്. ഒന്നും ഓർത്തു വെക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഇൻഫർമേഷൻസ് ഡംപ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. നോളേജ്, യഥാർത്ഥ ജ്ഞാനം, അറിവ് എന്നൊരു സംഗതി ഉണ്ടല്ലോ, അതിൻ്റെ ഉറവിടം, സോഴ്സ് എവിടെയാണ്? നമ്മൾ പലപ്പോഴും കരുതും നമ്മുടെ പാഠപുസ്തകത്തിലാണ്, സ്റ്റഡി മെറ്റീരിയലിലാണ് അറിവുള്ളത്. അതല്ലെങ്കിൽ മറ്റ് പല സോഴ്സുകളുണ്ടല്ലോ, ChatGPT ഉണ്ട്, അതുപോലെയൊക്കെയുള്ള ജെമിനിയും മറ്റു പല സംവിധാനങ്ങളുണ്ട്, അവരുടെ കയ്യിലാണ് അറിവുള്ളത് എന്ന് നമ്മൾ കരുതും. യഥാർത്ഥത്തിൽ അറിവിൻ്റെ ഉറവിടം മനുഷ്യനാണോ അല്ലെങ്കിൽ ടെക്നോളജിയാണോ? ഒന്നുമല്ല. പിന്നെയോ, നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ സകല അറിവിൻ്റെയും ഉറവിടം. സമ്മതിച്ചു കൊടുക്കാൻ പ്രയാസം ഉണ്ടാവില്ലേ? അള്ളാഹുവെക്കുറിച്ച് പറയുന്നുണ്ട്, അവൻ അല്ലാമുൽ ഗുയൂബാണ്. സകല അദൃശ്യമായ കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്ന സകലതിനെക്കുറിച്ചും നന്നായി അറിയുന്നവനാണ് അള്ളാഹു. അവൻ്റെ അറിവിൻ്റെ ആഴം, അതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് പറയാൻ കഴിയില്ല. ഒരു മഹാസമുദ്രം പോലെയാണ്. ഇങ്ങനെ പരന്നു കിടക്കുന്നതും ആഴമേറിയതുമായ അറിവാണ് അള്ളാഹുവിൻ്റെ. നമ്മൾ പലപ്പോഴും നമ്മുടെ അനിയന്മാരും അനിയത്തിമാരും ഇല്ലേ, അവർക്ക് പലതും പറഞ്ഞു കൊടുക്കും, അല്ലേ? ആ കുഞ്ഞിനൊന്നും അറിയില്ല, അതുകൊണ്ടാണ് അത് ഞാൻ ചിരിക്കുന്നത് അല്ലെങ്കിൽ പേടിച്ചു പോയത് എന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് ഓരോ കാര്യം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ കുഞ്ഞിനേക്കാൾ അറിവുള്ളവരാണ് നമ്മൾ. നമ്മെക്കാൾ അറിവുള്ളവർ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കാം. ഇങ്ങനെ പലരെയും നമ്മെക്കാൾ അറിവുള്ളവരായിട്ട് കാണും. പക്ഷേ യഥാർത്ഥ ജ്ഞാനം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. അതാണ് സൂറത്തുൽ അലഖിലെ 5-ാമത്തെ ആയത്തിൽ അള്ളാഹു താല പഠിപ്പിക്കുന്നത്, അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലമ, അവൻ പഠിപ്പിച്ചു. നേരത്തെ വന്നില്ലേ, അല്ലമ ബിൽ ഖലം, അതേ അല്ലമയാണ്. അല്ലമ, അവൻ പഠിപ്പിച്ചു, അൽ ഇൻസാൻ, മനുഷ്യനെ, മ, ഒന്ന്, ഒരു കാര്യം, ലം, ഇല്ലാത്തത്, യഅലം, അവന് അറിയാത്തതായ കാര്യം മനുഷ്യനെ ആര് പഠിപ്പിച്ചു? അള്ളാഹു പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഓ, അറിയാത്തതല്ലേ പഠിപ്പിച്ചുള്ളൂ, ബാക്കിയൊക്കെ അറിയാലോ. എന്താ അറിയാമായിരുന്നത്? ഒന്നും അറിയില്ല. ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ വന്നതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. നിങ്ങളുടെ ഉമ്മാൻ്റെ വയറിൽ നിന്ന് നിങ്ങൾ അള്ളാഹു പുറത്തു കൊണ്ടുവന്നത് ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയാതെ, വെറും കൈകളിങ്ങനെ മുറുകെ പിടിച്ച്
കരയാൻ മാത്രം അറിയുന്ന അവസ്ഥയിൽ, അല്ലേ? വിശക്കുമ്പോൾ കരയും, വെറുതെ കരയും, ആ അവസ്ഥയിലായിരുന്നു. ഉമ്മ അമ്മിഞ്ഞ തരുമ്പോൾ തൽക്കാലം കരച്ചിലടങ്ങും, അല്ലേ? അതിനപ്പുറം എന്തറിവാണ് നമുക്കുണ്ടായിരുന്നത്? ഒരറിവും ഇല്ലല്ലോ. അതാണ് അള്ളാഹു പറഞ്ഞത്, അല്ലമൽ ഇൻസാൻ, അവൻ മനുഷ്യനെ പഠിപ്പിച്ചു. അല്ലമയിൽ നിന്നാണ് മുഅല്ലിം ഉണ്ടാവുന്നത്, അധ്യാപകൻ. അല്ലമൽ ഇൻസാന മാ ലം യഅലം, അവന് അറിയാത്തതെല്ലാം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യനൊന്നും അറിയില്ലായിരുന്നു. എല്ലാം അള്ളാഹു പഠിപ്പിച്ചത് മാത്രമാണ് മനുഷ്യൻ്റെ അറിവ്. ഖുർആനിൽ അള്ളാഹു തആല ആദം അലൈഹിസ്ലാമിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നില്ലേ? അൽ ബഖറയിൽ അവിടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. അള്ളാഹു തആല ആദമിന് സകലതിൻ്റെയും പേരുകൾ പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അൽ അസ്മാഅ കുല്ലഹ. സാധാരണ നമ്മൾ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്താ പറയാം, നമ്മുടെ ഈ മെമ്മറി ടെസ്റ്റിലെ അതുപോലെ കുറേ സാധനങ്ങൾ, ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച കുറേ ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് എല്ലാം കൂടി ആദം അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പിൽ എക്സിബിറ്റ് ചെയ്ത് എന്നിട്ട് അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. ഓരോന്നിൻ്റെയും പേരിങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മലക്കുകളുമായിട്ടൊരു ടെസ്റ്റ് നടത്തുന്നുണ്ട്, അല്ലേ? പിന്നീട് മലക്കുകൾക്ക് മുമ്പിൽ അത് പ്രദർശിപ്പിച്ചു. എന്നിട്ട് ഇവയുടെ പേരുകൾ പറയുമെന്ന് മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകൾക്ക് പറയാൻ പറ്റിയില്ല. ആദം അലൈഹി ഇസ്ലാം മുഴുവത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പേരുകൾ പറഞ്ഞു എന്നാണ്. അപ്പോൾ മലക്കുകൾ പറഞ്ഞില്ലേ, സുബ്ഹാനക് ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. നാഥ, നീ എത്ര പരിശുദ്ധനാണ്. ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് ഒരറിവും ഇല്ലല്ലോ പടച്ചോനെ. ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലാത്ത ഒരറിവും ഞങ്ങൾക്കില്ലല്ലോ എന്ന് മലക്കുകൾ അവരുടെ അജ്ഞത, അവരുടെ വിവരക്കേട് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചു എന്നാണ്. അപ്പോൾ എന്താ പഠിപ്പിച്ചത്? പേരുകൾ പഠിപ്പിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷേ ശരിക്കും എന്താ അതിൻ്റെ ഉദ്ദേശം? ഓരോ കാലഘട്ടത്തിലും മനുഷ്യനാവശ്യമായ അറിവുകൾ നൽകി എന്നതാണ്. അതിലെപ്പോഴും ആവശ്യമുള്ള ചില അറിവുകളുണ്ട്. സൃഷ്ടാവ് ആരാണെന്നുള്ള തിരിച്ചറിവ്, അല്ലേ? എനിക്കൊരു സൃഷ്ടാവുണ്ട്, ഒരു സംരക്ഷകനുണ്ട്, അതുകൊണ്ട് അവൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് ഞാൻ ജീവിക്കണം എന്നതൊരറിവാണ്. അത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ളതാണ്. അത് പ്രവാചകന്മാരിലൂടെ കാലങ്ങളായിട്ട് നമുക്ക് അള്ളാഹു കൈമാറിയിട്ടുണ്ട്. പിന്നെ എന്താ അറിവ്? ഓരോ കാലഘട്ടത്തിലും മനുഷ്യനാവശ്യമായ അറിവ്, അതെല്ലാം അള്ളാഹു ആദം അലൈഹി ഇസ്ലാമിനെ പഠിപ്പിച്ചു എന്നാണോ? അങ്ങനെയല്ല. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ആദം അലൈഹിസ്സലാം എന്ന നമ്മുടെ ആദ്യ പിതാവില്ലേ, ആദ്യത്തെ വാപ്പ, ആ വാപ്പയുടെ ജീനിൽ അള്ളാഹു തആല അന്ത്യനാൾ വരേക്കും മനുഷ്യൻ ആവശ്യമായ എല്ലാ അറിവിൻ്റെയും ജീൻ നിക്ഷേപിച്ചു എന്ന് മനസ്സിലാക്കണം. ആദം അലൈഹി ഇസ്ലാമിൽ അള്ളാഹു തആല എല്ലാ അറിവിൻ്റെയും സോഴ്സ് നിക്ഷേപിച്ചു വെച്ചു. എന്നിട്ട് ആവശ്യം വരുമ്പോൾ മനുഷ്യനത് പുറത്തെടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അറേബ്യയിൽ പെട്രോൾ ഉണ്ടോ ഇല്ലയോ? ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും, അല്ലേ? ക്രൂഡ് ഓയിൽ ഉണ്ടാവും. അതിനെക്കുറിച്ച് പറയുന്ന ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഭൂമിക്കടിയിലുള്ള ജീവജാലങ്ങളുടെയും അതുപോലെ മരങ്ങളും മറ്റു പലതും ഇങ്ങനെ ഇഴുകിച്ചേർന്നിട്ട് അതിൽ നിന്നാണ് പെട്രോൾ ഉണ്ടായതെന്ന് പറയുന്നു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഉണ്ടാവില്ല, 1500 കൊല്ലം മുമ്പ് തീർച്ചയായിട്ടും ഉണ്ടാകാം. അന്നത്തെ കാലത്ത് പെട്രോൾ കുഴിച്ചെടുത്തു എന്നിരിക്കട്ടെ, അതെന്തിനാണ് പ്രയോജനപ്പെടുക? അടുപ്പിൽ തീ കത്തിക്കാൻ പറ്റും, അല്ലേ? നമ്മളിപ്പോൾ മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊടുക്കാറില്ലേ വിറകിന്? അതുപോലെ വിറക് പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ട് അല്പം പെട്രോൾ ഒഴിച്ചിട്ട് വേണമെങ്കിൽ തീ കൊടുക്കാം. വേറെ വല്ല ഉപയോഗം ഉണ്ടാകുമോ? ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ പെട്രോൾ ഡോളർ അഥവാ ഈ എണ്ണപ്പണത്തിൻ്റെ മുകളിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പട്ടിണി കിടന്നത്, അല്ലേ? ആലോചിച്ച് നോക്കുക. പക്ഷെ അന്ന് അത് കിട്ടിയിരുന്നെങ്കിലും അവർക്ക് അടുപ്പിൽ കത്തിക്കാനേ പറ്റുള്ളൂ. കാരണം എന്താണ്? ആ കാലഘട്ടത്തിൽ
സമൂഹം, നമ്മുടെ നാഗരികത അത്രയൊന്നും വികസിച്ചിട്ടില്ലല്ലോ. പിന്നീട് പല കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. മനുഷ്യൻ ഇരുമ്പ് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്, പിന്നെ അത് ചക്രമാക്കി മാറ്റി, പിന്നെ യന്ത്രയുഗത്തിലേക്ക് വന്നു, മെഷീനറീസ് ഉണ്ടായി, പിന്നെ മോട്ടോറുകൾ കണ്ടെത്തി, എൻജിനുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ആധുനിക യുഗത്തിലേക്ക് മനുഷ്യൻ എത്തുമ്പോഴാണ് പെട്രോളിന് യഥാർത്ഥ പ്രയോജനം കണ്ടെത്തുന്നത് അല്ലേ. ഇന്ന് നോക്ക്, പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുമ്പോൾ ലോകം മുഴുവൻ സ്തംഭിച്ചു പോവല്ലേ, എണ്ണ കിട്ടാതെ, ഗ്യാസ് കിട്ടാതെ. അപ്പോൾ ഓരോ കാലഘട്ടത്തിന് ആവശ്യമായ അറിവാണ് അള്ളാഹു മനുഷ്യൻ്റെ തലയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതാണ്. നമ്മൾ സാധാരണ പറയില്ലേ, ന്യൂട്ടൻ എങ്ങനെയാണ് ഗുരുത്വാകർഷണ സിദ്ധാന്തം, ഗ്രാവിറ്റേഷൻ തിയറി കണ്ടെത്തിയത്. അയാളിങ്ങനെ ഇരിക്കുമ്പോൾ തലയിലൊരു ആപ്പിൾ വീണു എന്നാണ്. അതിനു മുമ്പും ഒരുപാട് ആപ്പിളും തേങ്ങയും ഒക്കെ താഴോട്ട് വീണിട്ടുണ്ട്. പക്ഷേ ന്യൂട്ടൻ്റെ തലയിൽ അത് വീണപ്പോൾ അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വെളിപാട് ഇട്ടുകൊടുത്തു അല്ലേ. പെട്ടെന്ന് അദ്ദേഹത്തിന് കത്തി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, എന്തുകൊണ്ട് അത് താഴോട്ട് വീണു, എന്തുകൊണ്ട് മുകളിലോട്ട് പോയില്ല. ശരിക്കും അള്ളാഹു താല ഒരു വഹയ പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിലത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങുന്നു. ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഒരുപാട് അറിവുകൾ അദ്ദേഹം കണ്ടെത്തുന്നു. എല്ലാം അങ്ങനെയാണല്ലോ, ഈ ഇലക്ട്രിസിറ്റി ആയാലും അതുപോലെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രയോജനകരമായ അറിവുകൾ അതാത് കാലഘട്ടത്തിലാണ് മനുഷ്യൻ പുറത്തെടുക്കുന്നത്. അള്ളാഹു തആല അവന് നൽകുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ചിന്തിക്കണം. അതാണ് അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യന് അവന് അറിയാത്ത അറിവുകൾ അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അതാണ്. ഇനി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വരാം. നമ്മുടെ കേരളത്തെക്കുറിച്ച് സാധാരണ പറയാറുള്ളൊരു ക്യാപ്ഷൻ ഇല്ലേ, സാക്ഷര കേരളം സുന്ദര കേരളം അല്ലേ. നമ്മൾ പണ്ടേ കേട്ട് പഠിച്ചിട്ടാണ് 100% സാക്ഷരതയുള്ള, ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കൊലപാതകങ്ങളുണ്ട്, മയക്കുമരുന്ന് വേട്ടയുണ്ട് അല്ലേ, ലഹരിക്കടിപ്പെട്ട് പോയിട്ട് പലതും ചെയ്യുന്ന കുട്ടികളും യുവാക്കളൊക്കെ ഉണ്ട്, കുടുംബ കലഹങ്ങളുണ്ട്, ഇങ്ങനെ പലതരം കൊള്ളയും കൊലയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിവുണ്ടായിട്ടും മനുഷ്യൻ എന്താ ഇങ്ങനെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. ഏറ്റവും അറിവുള്ളവരിൽ നിന്നാണ് ഏറ്റവും ഗുരുതരമായ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. അറിവുള്ളവരെയാണ് പലപ്പോഴും മനുഷ്യൻ പേടിക്കുന്നത് അല്ലേ. ഇപ്പോൾ MBBS ഒക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ MD കഴിഞ്ഞ ഡോക്ടേഴ്സിനെ രോഗികൾ പേടിക്കുകയാണ്. ഇയാൾ അനാവശ്യമായിട്ട് എൻ്റെ ശരീരം കീറി മുറിക്കുമെന്ന് പേടിയാണ്. ഒരു എൻജിനീയർക്ക് വീട് കോൺട്രാക്റ്റ് കൊടുത്താൽ ഇയാൾ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ട് എൻ്റെ വീട് കേടാക്കി കളയോ എന്ന പേടിയാണ്. ഇങ്ങനത്തെ ഒരു കാലമാണിത്. എന്താ കാരണം? അറിവിനെ, മനുഷ്യൻ നേടുന്ന അറിവിനെ അള്ളാഹുവുമായിട്ട് കണക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ 5 ആയത്തിൽ അള്ളാഹു തുടക്കം മുതൽ ഇവിടം വരെയും അള്ളാഹുവാണ് നോളേജിൻ്റെ യഥാർത്ഥ സോഴ്സ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിൻ്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കണം. അവൻ ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. നിൻ്റെ നാഥൻ ഏറെ ഉദാരനാണ്, അവനാണ് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചത്. മനുഷ്യൻ അറിയാത്ത സകലതും പഠിപ്പിച്ചത് അവനാണ്. അതിനാൽ അറിവ് നേടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അള്ളാഹുവെ കണ്ടെത്താൻ ശ്രമിക്കണം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല സംഭവിക്കുന്നത്. അറിവ് വർദ്ധിക്കുന്തോറും മനുഷ്യൻ യുക്തിവാദിയായിട്ട് മാറുന്നു, നിരീശ്വരവാദിയാകുന്നു, അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നു എന്നതാണ്. അതിനാൽ ഖുർആനിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ നോളേജിനെ നാം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ലോകത്തും നാളെ പരലോകത്തും ആ അറിവ് പ്രയോജനപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അറിവിനെ പ്രയോജനപ്പെടുത്തുന്ന നല്ല മക്കളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.